ഋഷഭ മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഈ സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ പറയുകയാണ്. മോഹൻലാലിനെ പറ്റിക്കാൻ ഭയങ്കര സുഖമാണ്. എന്തെങ്കിലും ഇതേപോലത്തെ ഒരു ഹിസ്റ്റോറിക് മൂവിയിൽ കടിച്ചാൽ പൊട്ടാത്ത 4 ഡ്രാമാറ്റിക് ഡയലോഗും കൊണ്ടുവന്ന് ഡ്രാമ ഡയലോഗും കൊണ്ടുവന്ന് മൂപ്പരോട് അഭിനയിക്കാൻ പറഞ്ഞാൽ മൂപ്പര് കർണൻ നെപ്പോളിയൻ എന്ന് പറഞ്ഞ പോലെ അഭിനയിച്ചിട്ട് പോകും. ഇത്ര കാലമായിട്ട് ലാലേട്ടന് ഇത്രയും വലിയ നടനായിട്ട് ഒരു സ്ക്രിപ്റ്റ് അത് കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായിരിക്കും തിയേറ്ററിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ലെന്നോ അതോ ഇനി വേറെ വല്ല കമ്മിറ്റ്മെൻറ്റോട് കൂടി ചെയ്തു വെച്ച പടമാണെന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ശോകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, കാട്ട് ശോകം പടം. ഓഹ്, അതായത് വായിക്കാൻ വേണ്ടിട്ട് ഇതിന് സ്ക്രിപ്റ്റ് ഉണ്ടായതോ? സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ ഇതിന്. എന്താ ശിവന്റെ സിനിമ, ശിവന്റെ പടം, ഓം നമ ശിവായ എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിണ്ടാവും. ശാപം കിട്ടാൻ നിൽക്കണ്ട വേണമെങ്കിൽ. അല്ല, സീരിയസ് ആയിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തിയ പോലെ ഉണ്ട്. ഈ ദൈവങ്ങളെ സ്ക്രിപ്റ്റ് വരുമ്പോൾ മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ വല്ലതും പറ്റുമെന്ന് വിചാരിച്ചിട്ട് അഭിനയിച്ചാണോ എനിക്ക് അറിയാൻ പാടില്ല. സത്യം, ഓം നമ ശിവായ പറഞ്ഞ് മുമ്പിക്കുന്ന പരിപാടി കുറെ ആയിട്ട് സിനിമയിൽ തുടങ്ങിയിട്ടുണ്ട്. എന്മാതിരി കാട്ടവരാതോട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കുതിരപ്പുറത്ത് പോണ സീനൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതെ, ഇതിന്റെ ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും നല്ലത് നമ്മളെ സയാൻ ചെയ്യും. നമ്മളെ ചെക്ക ഇതിലും കിടിലായിട്ട് ചെയ്യും. ഓനൊരു ഉറുപ്പ് ചെലവാക്കണ്ട, ഓന് ഷവായും മന്തിയും മേടിച്ചെടുത്ത് സൂപ്പറായിട്ട് ഷൂട്ട് എന്തായാലും നടത്തിയത് ഏതോ അംഗനവാടിയിലാണ് എനിക്ക് ഉറപ്പാണ്. കുതിരമ്മ പോണവരെയൊക്കെ കാണിച്ചു. അല്ല, ഇതിന് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ അപരാധം. ഗ്രാഫിക്സ് അപരാധം പോട്ടെ, ഇത് നടക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏതോ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. മനസ്സിലായി? ഈ രാജാക്കന്മാര് രാജ്യം എന്നൊക്കെ പറഞ്ഞ കാലഘട്ടത്തിൽ അന്ന് ജോക്കിന്റെ ഷെഡ് ഉണ്ടോ, പുലികളിന്റെ ഇത്രയും കാലപ്പഴക്കമുള്ള അല്ല ജഡ്ഡി തന്നെ ഇത്രയും പണ്ട് കാലത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കോണകല്ലേ നോക്കുമ്പോൾ പുലികൾക്ക് ജഡ്ഡി ഇട്ട് പുലി ചാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്തോന്നാണ് ഇത് എടുത്ത് ഫസ്സി പടത്തിന്റെ ഒരു ബേസിക് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു പ്ലോട്ട് അച്ഛൻ മകൻ സാധനം. അതിൽ തന്നെ റീഇൻകാർണേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പുനർജന്മം സെറ്റപ്പിൽ എങ്ങനെയാണ് ഈ സാധനം വർക്കൗട്ട് ആവുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ട് ഒഴിവാക്കിയ ഐറ്റം അല്ലേ. എത്രയോ പടങ്ങൾ നമ്മൾ ഈ പുനർജന്മം റിലേറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് കണ്ട് മടുത്ത സ്ക്രിപ്റ്റ്, അതിനകത്ത് ഈ ഭക്തിയും കൂടിയും കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഈ ഭക്തി തന്നെ പുനർജന്മം സീനുകൾ നമ്മൾ എത്ര കണ്ടതാ. അപ്പൊ ഈ ലാലേട്ടനെ പോലുള്ള ഒരു നടന് അതെങ്ങനെ സ്നേഹം. അതായത് ഈ സിനിമേന്റെ സ്ക്രിപ്റ്റിനകത്ത് തന്നെ ഇത് മൊത്തത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്തിയിൽ പൊതിഞ്ഞ ഒരു ഡ്രാമയാന്നുള്ളത് അത് മനസ്സിലാവായിട്ടാണോന്ന് അറിയില്ല. ഫസ്റ്റ് ഹാഫ് മൊത്തം പോണത് മാത്രല്ല, ആക്ഷൻ സീനൊക്കെ ഉണ്ടാവും. ലാലേട്ടൻ പൊരിഞ്ഞ് അടിക്കുന്ന ലാലേട്ടൻ അവിടെ കിടന്നിട്ട് നിന്ന് മെല്ലെ സ്റ്റെപ്പൊക്കെ എടുത്ത് അടിക്കുന്ന പോലെയൊക്കെ. അല്ല, ഇതില് ഫസ്റ്റ് ഹാഫ് മൊത്തം എങ്ങനെയാ പോകണറിയാം. പടത്തിന് ലാലേട്ടന് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്. ലാലേട്ടന്റെ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ഋഷഭ മഹാരാജാവ് എന്ന് പറഞ്ഞിട്ട്. ആ മഹാരാജാവിന്റെ ക്യാരക്ടറിലുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് വന്നപ്പോ തന്നെ മൂപ്പർ എന്തായി, ഞാൻ രാജാവായി എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചെയ്യുന്നതൊക്കെ രാജാവിനെ പോലെ. അതായത് ഭയങ്കര ഡ്രാമ. അതായത് ഈ മനുഷ്യൻ എന്താ അറിയോ, ഇയാളോട് ഭയങ്കര നാച്ചുറൽ ആയിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് സ്ക്രിപ്റ്റ് കൊടുത്താൽ അയാളത് ഭയങ്കര ഭംഗിയായിട്ട് ചെയ്യും. ഇമാതിരി ഹിസ്റ്റോറിക്കൽ ഡ്രാമ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഡ്രാമേന്റെ അറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പീക്ക് അറ്റം ചെയ്തു വെച്ചിട്ട് നമ്മൾ വെറുപ്പിക്കുന്നതാണ് പലവട്ടവും കണ്ടിട്ടുള്ളത്. അമ്മാതിരി ഒരു രീതിയിലുള്ള ഒരു ക്രിഞ്ച് ഡയലോഗ് കൊടുക്കലും അതിനുള്ള ബോഡി മാനറിസവും അങ്ങനെയായിട്ട് മൂപ്പർ എന്ത് ചെയ്യും, ഈ സാധനങ്ങൾ ചെയ്ത്. ഇതിനു മുമ്പ് മൂപ്പര് പല സിനിമകളിലും, ഇപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് സിനിമേന്റെ പേരെന്താടാ, മറ്റേ ബബ്ബയല്ല, മറ്റേത് രാജാവിന്റെ വേഷത്തിൽ വന്നത് കാട്ടാളനായിട്ട് വന്നൊരു സാധനം ഉണ്ടായിരുന്നല്ലോ. ആ സിനിമയ്ക്കകത്ത് മൂപ്പര് പിന്നെയും എനിക്ക് തോന്നുന്നത് അങ്ങനെ പോർഷൻസ് പിന്നെയും മെച്ചമായിട്ട് ചെയ്തിരുന്നത്. പക്ഷെ ഇതില് ലാലേട്ടൻ ലീഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ലാലേട്ടൻ ആ ഒരു ഓവർ സാധനം തലയിൽ ഇരിക്കുന്നുണ്ട്. അല്ല, ഇതിലൊരു 10-20 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഒരാൾ 100 രൂപ എടുത്തെങ്കിൽ നല്ലൊരു വിഗ് വാങ്ങിക്കാൻ നോക്കിയോ. അത്രയും പ്രൊഡ്യൂസേഴ്സ് ഉള്ളതുകൊണ്ട് പൈസ അധികം പോയതിന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്താ ഫസ്റ്റ് ഹാഫ് മൊത്തം അച്ഛൻ മകൻ പാസത്തില്. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് എന്താ പറയുക, എല്ലാ സിനിമയിലും ക്യൂട്ട്നെസ് വാരി വിതറി തൂറാറ് നായികയാണ്. ഇതിൽ നായകനാണ് ക്യൂട്ട്നെസ് വാരി വിതറുന്നത്. എന്റെ പൊന്നെ, ഇവൻ ഫസ്റ്റ് ഹാഫിലൊക്കെ പൊന്തിട്ട് വണ്ടിയുടെ ഗ്ലാസ്മേക്ക് എത്തിയിട്ടുണ്ട്. ക്യൂട്ട്നെസ് വാരി വിതറല്ലോ. പേര് തേജ് വർമ്മ അതിലെ പേരാണ്. സമർജിത്ത് ലങ്കേഷ്, ഇതാണ് നായകന്റെ പേര്. എന്റെ പൊന്നാണ്, ഇനിയൊന്നും അറിയാൻ പാടില്ല. നായിക എങ്ങനെ, നായികക്ക് സ്കോപ്പും കൊടുക്കണ്ടേ? ഓൻ തന്നെ മറ്റേ ഇതല്ലേ, ഓൻ തന്നെ ഇരുന്ന് ക്യൂട്ട്നെസ് വാരി വെതറല്ലേ. ഫസ്റ്റ് ഹാഫ് മൊത്തം ആശാൻ ക്യൂട്ട്നെസ് വാരി വെതറി. ഫസ്റ്റ് ഹാഫിന്റെ അല്ല, ഫസ്റ്റ് ഹാഫ് കഴിയുന്ന ഒരു ഇന്റർവെൽ പ്ലോട്ടിൽ ഒരു ട്വിസ്റ്റ് വെച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് മനസ്സിലാവാത്ത പോലെ ഇരിക്കുന്നു ഞാനൊക്കെ. ശിവനെ ഇത് ഏത് ജില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കണ പോലെ അങ്ങനെ ശിവനെ വിളിച്ചിരിക്കുക. നമുക്ക് മനസ്സിലാവില്ലല്ലോ, നമ്മൾ പൊട്ടന്മാരാണല്ലോ, നമുക്ക് ഈ പ്ലോട്ട് മനസ്സിലാവില്ലല്ലോ. അത് കഴിഞ്ഞ്
സെക്കൻഡ് ഹാഫ് ആണ് തുടങ്ങിയപ്പോ വിഗ് ഈ വെപ്പ് താടിയും വെച്ച് വിട്ടിക്കുക ഈ മുതലിനെ ഈ ക്യൂട്ട്നെസ് വാരി എറിഞ്ഞവനെ വെപ്പ് താടിയും വെച്ചിട്ട് എന്നിട്ട് ഓനാണെങ്കിൽ താടി ഒട്ടിയിട്ട് ഈ ചെറിയ അനക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എടാ അറ്റ്ലീസ്റ്റ് ഒരു സിനിമയ്ക്ക് കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ സിനിമയിൽ അപ്പുറത്ത് മോഹൻലാലിനൊപ്പം ഇത്രയും വലിയൊരു നടൻ നിൽക്കുമ്പോൾ ഉള്ള താടി വന്നോട്ടെ എന്ന് വിചാരിച്ചത് അത് വളർത്തി വരില്ലേ? അല്ല അത് മാത്രല്ല ഇതിലാ മറ്റേ ഇവന്റെ അച്ഛന്റെ വേഷം ചെയ്ത അയാളില്ല, അയാളെ താടി മീശയൊക്കെ ഉണ്ട്. ഞാൻ അയക്ക് വായ ഉണ്ടെന്ന് വിചാരിച്ചില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മീശയൊക്കെ ഉണ്ട് ഇറങ്ങിയിട്ട് ഇവിടെ നിൽക്കണ ഈ തെലുങ്ക് കന്നഡ അല്ലെങ്കിൽ തമിഴ് ബെൽറ്റില് ഈ ഹിസ്റ്റോറിക്കൽ മൂവിയിൽ ഇതേപോലെ കഥാപാത്രങ്ങൾ പഴയ കാലത്തെ കഥാപാത്രങ്ങളുമ്പോ ഇവരെ വിചാരം അന്ന് ബാർബർ ഷോപ്പ് ഒന്നും ഇല്ലല്ലോ, താടി മീശ വെട്ടാൻ വഴിയില്ലല്ലോ, അപ്പൊ പിന്നെ ഉള്ളതാണ് കൂട്ടി വെക്കാന്ന് പറഞ്ഞിട്ട് വെക്കാനാണ്. ഇതിപ്പോ എന്താ ഉണ്ടായറിയോ, കോക്കിനാ വിഗ് സ്ഥിരാക്കാനുള്ള അവസ്ഥയായി. ഇതിപ്പോ നഷ്ടമുണ്ടാവില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ കോക്കിന് മെച്ചപ്പെട്ടത് ആ വിഗ് ആയിരിക്കും. അത് ഇനി എടുത്ത് ഈ സിനിമയ്ക്കും വെക്കാം. ആ രീതിയിൽ സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല സിനിമയിലും പല പാസവും നമ്മൾ കണ്ടുമെടുത്താണ്. അച്ഛൻ മകൻ പാസ് എത്രയോ പറഞ്ഞിട്ട് പോയ സാധനങ്ങളാണ്. ഇത് അതേ സാധനം റിപ്പീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ഇത് കാണുമ്പോൾ ഒരു വെറൈറ്റി ഇല്ല. വെറൈറ്റി എന്നല്ല, ഇതിനകത്തൊരു റീഇൻകാർണേഷൻ, റീബർത്ത് എന്നൊക്കെ പറയുന്ന സാധനം. ഈ പടം കാണാൻ വേണ്ടിട്ട് നല്ല പാസത്തിൽ നിൽക്കുന്ന ഒരു അച്ഛനും മകനും കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു തല്ലി പിരിഞ്ഞ പിന്നല്ല. അതേപോലെ അച്ഛൻ മകനോട് കാണിക്കാൻ ഫസ്റ്റ് ഹാഫിൽ കാണിക്കാൻ ഒരു പാസ് ഉണ്ടല്ലോ, അത് ഭയങ്കര എന്തൊക്കെയോ എത്ര സ്നേഹം ഉണ്ടെങ്കിലും ഇമ്മാരി കാട്ടിക്കൂട്ടുള്ള ഇപ്പൊ പുരാണത്തിൽ നിന്നോ ഹിസ്റ്ററിയിൽ നിന്നോ ഓരോ കഥാപാത്രങ്ങളെ കൊണ്ടുവരാം. ചിലപ്പോ അവര് മിത്തിക്കലാവാം, ചിലപ്പോ നല്ല എല്ലാം മിത്താണ്, പക്ഷെ ചിലതൊക്കെ ഭയങ്കര എക്സ്ട്രാordinary അല്ലെങ്കിൽ ലാർജർ ദാൻ റിയൽ ലൈഫ് മിത്തുകളുണ്ട്. നമുക്ക് ഒട്ടും എന്താ പറയാ യോജിക്കാൻ പറ്റാത്ത മിത്തുകൾ. അങ്ങനെ കൊണ്ടുവന്നാൽ പോലും ഇതിന്റെ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാതെ ഒരു സിനിമ ഇങ്ങനെ എടുത്തു വെക്കാൻ ഇതിനൊരു നാണോ മാനോ ഇല്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. പെട്ടെന്നൊരു രാജാവ് വരുന്നു, 3 അമ്പ് വരുന്നു, അതിലൊരു കുട്ടി മരിക്കുന്നു, ആ ഇരുന്നോടത്ത് ഇരുന്നിട്ട് ഒരു കാട്ടവരാതെ തള്ള മുഖത്ത് തക്കാളി ചട്നിയും വെച്ചിട്ട് ഇരുന്ന് പ്രാക്കാണ്. എന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അതങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. വന്ന് പോയടത്തൊക്കെ ചട്ടിനി മുഖത്ത് വെച്ച് തള്ള വന്നിരുന്നിട്ട് നിന്റെ മകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഇതിനൊന്നും മാറ്റമില്ലേ? ഞാൻ സത്യത്തിൽ ഇതിന് മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ ഞാൻ കുറ്റം പറയുള്ളൂ. ഒരു സ്ക്രിപ്റ്റ് വായിക്കാൻ ഇങ്ങനെ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇമാതിരി പെടല് പോയി പോയിട്ടുണ്ട്. ഉള്ള കാര്യം പറയാ എന്തിനാ എഴുതി കൊടുത്ത എന്താ കന്നഡ എന്താ ഗൂഗിൾ ജെമിനി ഇട്ടാ പോരുന്ന മലയാളത്തിൽ അന്തസ്സായിട്ട് സംസാരിക്കണ്ടല്ലോ. ഇമേജ് ഒക്കെ കണ്ടില്ലേ ChatGPT പ്രോംപ്റ്റ് ആണ് തോന്നുന്നുണ്ട് ഫുള്ള്. അമ്മന്റെ അമ്മേ. എന്താണെങ്കിലും സെക്കൻഡ് ഹാഫ് ഈ പറഞ്ഞ പോലെ പടം ഈ റീഇൻകാർണേഷൻ പരിപാടി വന്ന് ഇവരെ കാണിക്കുമ്പോ തല ഇടയ്ക്ക് വെട്ടിപ്പോണൊക്കെ ഉണ്ട് ബാക്കത്തെ സ്ക്രീനിൽ വെക്കുമ്പോഴേ അത് താടിന്റെ സമയത്ത് ആ മറ്റേ ഇയാളെ രണ്ടാമത് താടി വെച്ച് അതിലൊരു സീനില് ഈ സൈഡിൽ മാത്രം താടില്ല, അവിടെ എന്തോ ഒരു ബ്ലാങ്കും അങ്ങനെ വന്നു. ബാക്കത്തെ സ്ക്രീനായിട്ട് വെട്ടിയത് എന്തോ പ്രശ്നം പറ്റിയതാ. പിന്നെ ഇതിനിടയിൽ ചില സമയത്ത് എനിക്ക് സിംഗം ആ സാധനം ഇങ്ങനെ ഇടയ്ക്ക് മറ്റേ വള്ളി പോലത്തെ സാധനം കഴുത്ത് ചാട്ടാറ് അതുണ്ടോ കഴുത്തിന് ചാട്ടവാറിന്റെ സാധനം കൂടി എന്തൊരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം. പിന്നെ ലാലേട്ടന്റെ എൻട്രി ആണെങ്കിൽ ഒരു സുഖം ഉണ്ടായിരുന്നില്ല, കാരണം പെട്ടെന്ന് വന്നിട്ട് വില്ലൻ വരുന്നു അങ്ങനെ സാധനം വന്നു, എല്ലാം സ്പീഡിലായി. ഒരു ബിൽഡപ്പ് പോലെ ലാലേട്ടന് കൊടുത്തതും ഇല്ല, ഒന്നും ഉണ്ടായില്ല. ഇതില് ഗരുഡ ഉണ്ട്, വാനറിനുണ്ട്, KGF എല്ലാരും കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതേപോലെ അവരാകത്ത് കൊടുന്ന് വെച്ച പോലെ ആയിപ്പോയി. എന്തായാലും ഇനി ഒന്നും പറയാലേക്ക് മലയാളമാണ് വർത്താനം പറഞ്ഞത് ശ്രദ്ധിച്ചോ. ആകെ എഫേർട്ട് എടുത്തിട്ടുള്ള എന്താ അറിയോ, ഇത് കുറെ സിനിമയില് കുറെ ഭാഷയിൽ കാണിക്കാൻ വേണ്ടിട്ട് പാൻ ഇന്ത്യൻ അപരാധമാക്കാൻ വേണ്ടിട്ട് എല്ലാ ലാംഗ്വേജിലും ഇരുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ലാലേട്ടൻ തെലുങ്കിലൊക്കെ പോയി മലയാളത്തിലെ സംസാരം അവർക്ക് തെലുങ്കിലാവും കാണിക്കുക, മലയാളം ഒലക്കാടെ മൂട് അവിടെയും തെലുങ്ക്, അവിടെ തെലുങ്ക് ഇവിടെ മലയാളം, ഇത് ആ പാൻ ഇന്ത്യൻ അടിക്കാൻ വേണ്ടിട്ട് അപരാധം ചെയ്ത. അവിടുത്തെ ആള് കൊണ്ട് ഞാൻ സെക്കൻഡ് ഹാഫിൽ ഞാൻ വിചാരിച്ചു ഞാൻ പടം മാറി കയറിയെന്ന്. ഞാൻ ഒന്ന് ജിത്തുബായി ചായ അടിച്ചപ്പോ ഞാൻ ഒന്ന് ഉറങ്ങി. ഞാൻ നീച്ചപ്പോ ഞാൻ കാണുന്നത് എന്താ പറയുക, ആറാട്ട് കയ്യോണ്ട് കാണിക്കുന്നത് പോട്ടെ, ഇത് ലാലേട്ടന് ഇപ്പൊ ഒരു ഐക്കൺ സാധനമായി. അതല്ല, ഞാൻ ആ സീനുണ്ട് ഇതില് അച്ഛൻ മകൻ ഫൈറ്റിനിടയില് അച്ഛൻ എവിടുന്നോ ഫ്ലൈറ്റും പിടിച്ച് വരുന്നുണ്ട്. അച്ഛൻ ഫ്ലൈറ്റും പിടിച്ച് വന്നിട്ട് ഇനി കഴിയാനായില്ലേ, അങ്ങനെ ആറാട്ട് പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട് ഇതിനിടയിൽ ഫ്രെയിം. അറിയില്ലടേ എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഓം നമ ശിവായ പറഞ്ഞ ആളെ ഊമ്പിക്കുന്ന സ്ക്രിപ്റ്റും കൊണ്ട് ഇനി വന്നു കഴിഞ്ഞാൽ ലാലേട്ടനോടുള്ള സ്നേഹം കൊണ്ട് പറയാം, അഭിനയിക്കരുത്.
ഹിസ്റ്റോറിക്കൽ മൂവിയിൽ ഡ്രാമയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അഭിനയിക്കാനാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം അല്ല നിങ്ങൾ വല്ല സ്റ്റേജ് പ്രോഗ്രാമും ചെയ്തു അത് അതിലേറെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ സാധനത്തിൽ അത് ഈ തെലുങ്ക് കന്നഡക്കാർ കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ട് പ്ലീസ് അവരൊക്കെ എന്താ ചെയ്യണത്? ഏതെങ്കിലും അമ്പലത്തിന് മുന്നിൽ മറ്റേ ഇത് വിൽക്കുമല്ലോ, ഐതിഹ്യമാല പറഞ്ഞിട്ട് അമ്പലത്തിന്റെ ഒരു ബുക്ക്, 10 രൂപേന്റെ ബുക്ക്, അതിന് ചൊല്ലി കൊണ്ടുവരുന്ന കഥയോ എന്നുള്ളതെങ്കിലും തിരിച്ചറിയാം. ലാലേട്ടൻ നല്ല കത്തി നിൽക്കുന്ന ടൈമാണ്. അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ വല്ല കത്തി കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. എടാ ധീര ധീര റെഫറൻസ് വെച്ചിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞ എനിക്ക് ധീര, അതുപോലെ നമ്മളെ ഇത് ബാഹുബലി, ഇതൊക്കെ റെഫറൻസ് പറഞ്ഞിട്ടുണ്ടാവുക. അയ്യോ എന്നാ ശരി, എന്നാ ഞങ്ങൾ നിർത്താണ്. ഇതിന്റെ സങ്കടം നിവിൻപോളിയുമ്പോ തീർക്കാം. ഞാനൊരു ഡയറക്ടർ ബ്രില്യൻസ് പറയാൻ മറന്നു. ഇതിന്റെ നന്ദകിഷോറാണ് ഇതിന്റെ ഡയറക്ടർ ഉള്ളത്. റൈറ്റർ അങ്ങേരനെയാണ്. എന്തായാലും റൈറ്റർ ഒന്നും ആവില്ല, വല്ല മറ്റേ ബുക്ക് വാങ്ങിയിട്ട് ഉണ്ടാക്കിയ സാധനമായിരിക്കും. ഇയാൾ ഡയറക്ടർ ബ്രില്യൻസ് ഞാൻ പറഞ്ഞുതരാം. ക്ലൈമാക്സ് സീനിൽ ലാലേട്ടനെ പുലിമുരുകനെ പോലെ ഇരുത്തി, അതും ചില്ലറ നേരമല്ല ഇരുത്തിയിട്ടുള്ളത്. ആ ക്ലൈമാക്സിൽ ഒരു മുക്കാ ഭാഗം ലാലേട്ടനെ മുട്ടുംകാലം ഇരുത്തിയാണ് പുലിമുരുകൻ റെഫറൻസിൽ. നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല അത്? ഇല്ല, നിങ്ങൾ ലാലേട്ടനെ ഇരുത്താൻ കണ്ടില്ല. ലാലേട്ടൻ ഏതെങ്കിലും ഒരു നടൻ ആ ഇരുത്ത് മാറിങ്കിലും ഒന്നും ഇരിക്കില്ലേ? സ്റ്റാച്ചു ആണ് ലാലേട്ടനെ കൊടുന്ന് വെച്ചത് പുലിമുരുകന്റെ, അതുപോലൊരു സാധനം കൊടുന്ന് വെച്ചിട്ടുണ്ട്. ടൈറ്റിൽ കാർഡ് എന്താ കാണിച്ചേ? ടൈറ്റിൽ കാർഡ് എന്താ കാണിച്ചേ? എടീ മോഹൻലാൽ ഡിസേർവ്സ് മച്ച് ബെറ്റർ മാൻ. ഇതൊന്നും അല്ല ലാലേട്ടനുള്ള ടൈറ്റിൽ കാർഡ്. ഇത് എന്തെന്നാ അത്?